ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 25-ാം തീയതി ഉണ്ണിമിശിഹായുടെ പിറവിത്തിരുന്നാൾ ക്രിസ്മസ് നമ്മളെല്ലാവരും ആഘോഷിച്ചു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഉണ്ണിമിശിഹായുടെ പിറവിത്തിരുന്നാൾ ക്രിസ്മസ് സമുചിതമായി നമ്മളാലാകും വിധം ആത്മീയ ഒരുക്കത്തോടെയൊക്കെ കൊണ്ടാടുവാൻ നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ ജന്മത്തിരുന്നാളിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ നമ്മൾ വിഷയമാക്കിയിട്ടുണ്ട്. ഈശോയുടെ ജനനത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ യേശുവിൻ്റെ ജനനത്തോടനുബന്ധമായി സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, തീർച്ചയായും അത് ഇതിനോടകം തന്നെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് എങ്കിലും ജനനത്തിന് ശേഷം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ, പ്രധാനമായൊരു 4 കാര്യങ്ങളെ ഈ സമയം നമുക്കൊന്ന് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിഷയമാക്കാൻ ശ്രമിക്കാം. ഉണ്ണിമിശിഹായുടെ ജനനത്തിന് ശേഷം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഇടയന്മാർ ഉണ്ണിമിശിഹായെ സന്ദർശിച്ച് ആരാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ജ്ഞാനികൾ ഈശോയെ സന്ദർശിച്ച് ആരാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈജിപ്തിലേക്ക് തിരുക്കുടുംബത്തിന്, മറിയത്തിനും ഔസേപിതാവിനും ഉണ്ണിമിശിഹായ്ക്കും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായി വരുന്നു. നാലാമത്തെ കാര്യം, ഉണ്ണിമിശിഹായുടെ ജനനത്തിന് അനുബന്ധമായി കുറേയധികം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളെ പ്രാർത്ഥനാപൂർവ്വം നമുക്കൊന്ന് ധ്യാനത്തിന് വിഷയമാക്കാം, അല്ലെങ്കിൽ അല്പനേരം ഒന്ന് വിചിന്തനത്തിന് വിധേയമാക്കാം. ഒന്നാമത്തേത്, ഇടയന്മാർ ഈശോയെ സന്ദർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ജനിച്ച് ഏതാനും സമയം കഴിയുമ്പോൾ ആകാശത്ത് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ഇതാ ഇടയന്മാരെ ഈ വലിയ സദ്വാർത്ത അറിയിക്കുകയാണ്. ഇടയന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ടായിരിക്കാം ഇടയന്മാർക്ക് ഈ ഒരു വലിയ ഭാഗ്യം ലഭിച്ചത്. എത്രയോ ആളുകൾ ആ നാട്ടിൽ വേറെയും ഉണ്ടായിരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്പന്നന്മാരും, അതുപോലെ ഒരുപക്ഷെ ഒത്തിരി വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒരുക്കത്തോടെയും ഒക്കെ നാളതുവരെ ഈ രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവരുമൊക്കെ തീർച്ചയായും ആ ദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇതാ കുറേ പാവപ്പെട്ട ഇടയന്മാർക്ക് അവരുടെ പ്രത്യേകത വലിയ അറിവോ വിവരമോ വിദ്യാഭ്യാസമോ അക്ഷരജ്ഞാനമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അവർ ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകത വെച്ച് ചിന്തിക്കുമ്പോൾ. എന്നിട്ടും മാലാഖമാരുടെ ദർശനം ലഭിക്കാനും ഈശോ ജനിച്ച വാർത്ത ആദ്യമായി അറിയാനും ഭാഗ്യം കിട്ടിയത് ഈ പാവം ഇടയന്മാർക്കായിരുന്നു. എന്തൊക്കെയാണ് ഇടയന്മാരുടെ പ്രത്യേകത? ഒന്നാമത്, അവരെ ഈ വലിയ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കിയതിൻ്റെ കാരണമായി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാരണം, അവരുടെ ഹൃദയ വിശുദ്ധി അഥവാ നിഷ്കളങ്കത തന്നെ ആയിരിക്കണം. ഇങ്ങനെ പറയാനുള്ള കാരണം, അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരുന്നു, നിഷ്കളങ്കത ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല എങ്കിലും അതിന് സൂചന നൽകുന്ന ഒരു കാര്യം ബൈബിളിൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പ്രകാരമാണ്, ഈശോ തന്നെ അരുളി ചെയ്യുന്നൊരു വചനമാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതകളിലൊന്നായി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഹൃദയശുദ്ധിയാണ്. രക്ഷകൻ, ദൈവപുത്രൻ, ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ ആദ്യമായി തന്നെ കാണുവാൻ ദൈവം കുറച്ച് ദൂതരിലൂടെ കുറേ ആളുകളെ അതിനായി ക്ഷണിച്ചുവെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഹൃദയശുദ്ധി ഉള്ളതുകൊണ്ട്, നിഷ്കളങ്കതയുള്ളതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ഒരു കൃപയായിരുന്നുവെന്നും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ഈശോ തന്നെ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഈശോ ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ആദ്യമായി ദർശനം കിട്ടാൻ, രക്ഷകനെ കാണാൻ, ദൈവപുത്രനെ കാണാൻ, ദൈവത്തെ കാണാൻ വിളിയും നിയോഗവും ലഭിക്കേണ്ടത് അത്തരം ഹൃദയശുദ്ധിയുള്ളവർ തന്നെ ആകണ്ടേ? അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും ഈ ഇടയന്മാർ ഹൃദയശുദ്ധിയുള്ളവരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് കൊടുത്ത ഒരു വലിയ കൃപയാണ്, ഭാഗ്യമാണ് രക്ഷകനെ ദർശിക്കാനുള്ള ഭാഗ്യം. രണ്ടാമതായി ഇടയരുടെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാം, അവർ കണ്ണിമ ചിമ്മാതെ കാവലിരുന്നവരായിരുന്നു. അഥവാ തങ്ങളുടെ തൊഴിലിനോടും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളോടും വിശ്വസ്തത ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ഈ ഇടയന്മാരെന്ന്, ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള വ്യക്തികളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ സുഖനിദ്രയിൽ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടത് കാണാനോ സ്വരം കേൾക്കാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവരിതാ ഉണർവോടെ ഇരുന്നു. കാരണം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന
ആടുകളെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം, വലിയൊരു ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഭരമേൽപ്പിക്കപ്പെട്ടതിനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, കള്ളന്മാർ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, മറ്റു വന്യജീവികൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ, തങ്ങളെ ഫലമേൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കാൻ ഇടയന്മാർ തയ്യാറാകുന്നു. അങ്ങനെ ഉറക്കമിളച്ച് കാവലിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഭാഗ്യമാണ് മാലാഖമാരുടെ ദർശനം. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടത് കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അങ്ങനെ രക്ഷകൻ ജനിച്ച് വിവരം അറിയാനും ഇതാ ആ ഇടയന്മാർക്ക് സാധിക്കുന്നു. ഇത് നമുക്ക് നൽകുന്നൊരു വലിയ പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പാഠം ഇതാണ്: നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ, വിശ്വസ്തയോടെ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. എന്ന് വെച്ചാൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്? ജീവിത പങ്കാളി, മക്കൾ, കുടുംബത്തിലെ അംഗങ്ങൾ, ഇതെല്ലാം കുടുംബനാഥയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പിശാചി എന്ന കള്ളൻ വന്ന് ആക്രമിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സാത്താൻ എന്ന ചെന്നായി വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ, ഒന്നും അപഹരിച്ച് കൊണ്ടുപോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന പാവിരിച്ച് കണ്ണിമ ചിമ്മാതെ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയാക്കി മാറ്റി ജാഗരിച്ച് ഉപവസിച്ച് കരമുയർത്തി ദൈവസന്നിധിയിൽ ഉണർവോടെ ഇരിക്കുക എന്ന ദൗത്യം ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമാണ്. ഓരോരുത്തരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് തിന്മകൾ ആക്രമിക്കാതിരിക്കാൻ, തിന്മയുടെ ശല്യങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടായാൽ സംരക്ഷിക്കപ്പെടാൻ ഉണർവോടെ പ്രാർത്ഥനയോടെ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ള, വിശ്വസ്തയോടെ ആയിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ ഇടയന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരംഭത്തിൽ നമ്മൾ കണ്ടു ഹൃദയശുദ്ധി, ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ഹൃദയശുദ്ധിയുള്ളവർക്കേ ലഭിക്കൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഹൃദയത്തെ ശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ, പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലും ഈ ഇടയന്മാർ നമുക്ക് നൽകുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കൂട്ടരിലേക്ക് വരാം, ജ്ഞാനികൾ. ഈശോയുടെ പിറവിക്ക് ശേഷം സംഭവിച്ച രണ്ടാമത്തെ കാര്യമാണ് ജ്ഞാനികൾ ഉണ്ണിമിശിഹായെ സന്ദർശിക്കാൻ വരുന്നു, ആരാധിക്കുന്നു, കാഴ്ചവസ്തുക്കൾ കൊടുക്കുന്നു എന്ന കാര്യങ്ങൾ. ആരായിരുന്നു ഈ ജ്ഞാനികൾ? അവർ എത്ര പേരുണ്ടായിരുന്നു? എന്തായിരുന്നു അവരുടെ പേര്? ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജ്ഞാനികൾ ആരായിരുന്നു? അവരുടെ പേരെന്താണ്? അവർ വന്നത് എവിടെ നിന്നാണ്? അവരുടെ എണ്ണം എത്രയാണ്? ഇതൊന്നും തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല. ജ്ഞാനികൾ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉത്തരം പറയും 3 പേരായിരുന്നുവെന്ന്. പക്ഷെ 3 പേരായിരുന്നുവെന്ന് വചനത്തിൽ, സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്നു അത് 3 പേരായിരുന്നുവെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ 3 കാര്യങ്ങൾ, സ്വർണം, മീറ, കുന്തിരിക്കം, ഇത് 3 എണ്ണം ആയിരുന്നതുകൊണ്ട് സ്വാഭാവികമായും വന്ന് ചേർന്ന ജ്ഞാനികൾ 3 പേര് തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിൽ നിന്നാണ് പരമ്പരാഗതമായി നമ്മൾ 3 ജ്ഞാനികൾ എന്ന് പറയുന്നത്. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും അവരുടെ എണ്ണം കൃത്യമായി എഴുതി വെച്ചിട്ടില്ല. ഏതായാലും ഈ ജ്ഞാനികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയായിരുന്നു ജ്ഞാനികളുടെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പ്രത്യേകത പേര് സൂചിപ്പിക്കും പോലെ, പേരെന്ന് പറഞ്ഞാൽ അവർക്ക് നൽകുന്ന വിശേഷണ പദം സൂചിപ്പിക്കുന്നത് പോലെ അവർ ജ്ഞാനം ഉള്ളവരായിരുന്നു, അവർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: തങ്ങളുടെ അറിവും തങ്ങളുടെ ജ്ഞാനവും നാളതുവരെ അവർ അവരുടെ വായനയിലൂടെ, നിരീക്ഷണത്തിലൂടെ, പഠനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ എത്തിച്ചേർന്ന ജ്ഞാനവും അറിവുമൊക്കെ രക്ഷകനെ തേടാൻ അവരെ പ്രേരിപ്പിച്ച യാഥാർത്ഥ്യങ്ങളായി മാറി. അവരുടെ അറിവും അവരുടെ ജ്ഞാനവുമൊക്കെ അവരെ രക്ഷകനിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങളും വഴികളുമാക്കി അവർ മാറ്റി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് അറിവുണ്ടെങ്കിൽ ഒരുപാട് പഠിപ്പ് നമുക്കുണ്ടാകാം, ഒരുപാട് അറിവ് നമുക്കുണ്ടാകാം, ഒരുപാട് വിജ്ഞാനം നമുക്കുണ്ടാകാം, ഒരുപാട് നിരീക്ഷണ പാഠവത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മൾ എത്തിച്ചേർന്ന് ഒത്തിരി നിഗമനങ്ങൾ ഉണ്ടാകാം, ബോധ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഓർക്കുക, ഇതെല്ലാം തന്നെ നമ്മളെ രക്ഷകനിലേക്ക് എത്തിക്കണം. രക്ഷകനിലേക്ക് എത്തിക്കാത്ത ഒരു വിജ്ഞാനവും യഥാർത്ഥ വിജ്ഞാനമല്ല. രക്ഷകനിലേക്ക് എത്തിക്കാത്ത ഒരു അറിവും യഥാർത്ഥ അറിവല്ല. എൻ്റെ അറിവും എൻ്റെ പാണ്ഡിത്യവും എൻ്റെ വിജ്ഞാനവും എൻ്റെ വായനാശീലവും എല്ലാം എന്നെ എത്തിക്കേണ്ടത് ദൈവത്തിലേക്കാണ്. അപ്പോൾ ജ്ഞാനികളുടെ ഒന്നാമത്തെ പ്രത്യേകത അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനവും അറിവുമൊക്കെ അവരെ രക്ഷകനിലേക്ക് എത്തിച്ചു, അഥവാ രക്ഷകനിലേക്ക് എത്തിച്ചേരാൻ തങ്ങളുടെ അറിവും ജ്ഞാനവും ഒക്കെ അവർ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത.
രണ്ടാമത്തെ പ്രത്യേകത, അവർ കാത്തിരുന്നവരായിരുന്നു, രക്ഷകനെ കാത്തിരുന്നവരായിരുന്നു. ഇത് പറയാൻ കാരണം, ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രം, ആ നക്ഷത്രത്തിന് ഒരുപക്ഷെ അനിതര സാധാരണമായ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വലുപ്പമോ കൂടുതൽ തിളക്കമോ കൂടുതൽ പ്രകാശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാൽ പോലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു കൗതുക കാഴ്ച മാത്രമാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നുന്നു. ഒരല്പം വലിപ്പം കൂടുതലാകാം, ഒരല്പം പ്രകാശം കൂടുതലാകാം, എന്തോ ആകട്ടെ, എന്തൊരു പ്രത്യേകത. അപ്പോൾ ഇതൊരു കൗതുക കാഴ്ചയായിട്ട് മാറുന്നു. മറ്റു പലരെയും വിളിച്ച് അത് കാണിക്കാം, ദേ ഒരു പ്രത്യേകതയുള്ളൊരു നക്ഷത്രം കാണുന്നു എന്ന വിധത്തിലൊക്കെ ഒരുപക്ഷെ സാധാരണ മനുഷ്യർ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേക്കാം, അത്രയേ ഉള്ളൂ. ഇനി അതിലൊരു ജ്യോതിശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം, വാനനിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം, അത് അവൻ്റെ നിരീക്ഷണത്തിൽ പുതിയതായി കണ്ടെത്തിയ ഒരു പുതു നക്ഷത്രം, അല്ലെങ്കിൽ തങ്ങളുടെ ഇതുവരെയുള്ള അറിവിലേക്ക് ഒരു പുതിയ അറിവ് കൂടെ കിട്ടി അവൻ്റെ പഠനത്തിന് വിധേയമാകുന്ന ഒരു വിഷയം മാത്രമായി അത് മാറിയേക്കാം. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. എന്നാൽ ഈ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം കേവലം അതൊരു കൗതുക കാഴ്ച മാത്രമായിരുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞരെ പോലെ ഒരു പുതിയ കണ്ടുപിടുത്തം മാത്രമായിരുന്നില്ല. അതിനുമൊക്കെ അപ്പുറത്ത് അവരിതാ ഈ നക്ഷത്രത്തെ ദർശിച്ചപ്പോൾ പ്രപഞ്ചനാഥൻ പ്രപഞ്ച സൃഷ്ട വസ്തുക്കളിലൂടെ എന്തൊക്കെയോ തങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതായി അവർ ചിന്തിക്കുകയാണ്. അത്തരത്തിൽ ആ ജ്ഞാനികൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവിലൂടെയും പ്രപഞ്ചനാഥന്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഈ ഭൂമിയിൽ ഓരോ വസ്തുക്കൾ ധ്യാനിച്ചാൽ തന്നെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും ദൈവത്തിൻ്റെ അനന്തമായ കൃപയും അനന്തമായ ബുദ്ധിയും ശക്തിയും എല്ലാം നമുക്ക്, അല്ലെങ്കിൽ സ്നേഹവുമൊക്കെ വെളിപ്പെട്ട് കിട്ടാൻ ഒന്ന് ആഴത്തിൽ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ചാൽ പ്രപഞ്ച വസ്തുക്കളിൽ തന്നെ ദൈവത്തിൻ്റെ കരവിരുത് കാണുവാനും അതിലൂടെ ദൈവത്തിൽ എത്തിച്ചേരാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഇതാ ഈ നക്ഷത്രത്തെ കാണുമ്പോൾ ജ്ഞാനികൾക്ക് സവിശേഷമായ വിധത്തിൽ ഒരു ചിന്ത ഉയർന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം, അവർ നാളിതുവരെ അങ്ങനെ ഒരു രക്ഷകനെ, ഭൂമിയിൽ പിറക്കുന്ന സമസ്ത ജനപദങ്ങളെ രക്ഷിക്കാനുള്ള രക്ഷകനെ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് അനുമാനിക്കണം. കാരണം ഒത്തിരി പേർ, ആകാശത്തൊരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുമ്പോൾ ഒത്തിരി മനുഷ്യർ ആ നക്ഷത്രം കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റാർക്കും തോന്നാത്തതെന്തോ ഇതാ ഈ ജ്ഞാനികൾക്ക് തോന്നിയെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം അവർ അതുവരെ അങ്ങനെ ഒരു രക്ഷകനെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് എന്ന് അനുമാനിക്കാം. ഇനി മൂന്നാമതായി നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ജ്ഞാനികൾ സാഹസം കാണിച്ച വ്യക്തികളാണ്. എത്ര വലിയൊരു സാഹസത്തിനാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത്. ശരിയാണ്, ഒരു നക്ഷത്രം കണ്ടു, അത് രക്ഷകൻ ജനിച്ചതിൻ്റെ സൂചനയാണ് എന്ന് അതുവരെയുള്ള അവരുടെ പഠനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വായനയുടെയും ഒക്കെ വെളിച്ചത്തിൽ അവർ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ അവർ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം രക്ഷകനെ തേടി പുറപ്പെടാൻ വേണ്ടി അവർ നടത്തിയൊരു സാഹസമുണ്ട്. അവരാ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, രക്ഷകനെ തേടിയുള്ള ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അത് എത്രയോ വലിയൊരു സാഹസമാണ്. എത്ര നാൾ നീണ്ടു നിൽക്കേണ്ടി വരുന്നൊരു യാത്രയാണിതെന്ന് അറിയില്ല. എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യേണ്ടത് എന്നറിയില്ല. എവിടെയാണ് രക്ഷകന് പിറന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇനി രക്ഷകൻ പിറന്ന സ്ഥലം മനസ്സിലായാൽ പോലും എത്ര ദിവസം എടുക്കും, എന്നാണ് അവിടെ എത്തിച്ചേരുക, എന്തെല്ലാം തങ്ങളുടെ കയ്യിൽ കരുതണം, എത്രമാത്രം പണം, എത്രമാത്രം വസ്ത്രം, എത്രമാത്രം ഭക്ഷണം, ഇങ്ങനെ എന്തെല്ലാം കയ്യിൽ കരുതണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു നിശ്ചയമില്ല. മാത്രമല്ല ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. മിക്കവാറും ഒരു ഒട്ടകത്തിൻ്റെ പുറത്താകാം സഞ്ചരിക്കാൻ സാധ്യത. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഒട്ടകപ്പുറത്തൊക്കെ ആകാം സഞ്ചരിക്കാൻ സാധ്യത. ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കുന്ന് കയറി, മല കയറി, അല്ലെങ്കിൽ ഒത്തിരി ദൂരം ഒക്കെ, അല്ലെങ്കിൽ സമുദ്രം താണ്ടി, ഇങ്ങനെ ഒത്തിരി ദൂരം അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പല വഴികളിലൂടെയൊക്കെ പോകേണ്ടതുണ്ട്. എല്ലാറ്റിനും ഉപരി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം, ഒരു നക്ഷത്രം നോക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്ര ചെയ്യുന്ന സമയം ഏതായിരിക്കും? അത് മിക്കവാറും രാത്രിയായിരിക്കും. കാരണം നക്ഷത്രത്തെ നമ്മൾ കാണുന്നത് രാത്രിയിലാണ്. പകൽ സമയത്ത് നമ്മൾ സാധാരണ സൂര്യൻ ഒരു നക്ഷത്രമാണ്, അതൊഴികെ വേറെ ഒരു നക്ഷത്രത്തെയും നമ്മൾ പകൽ സമയത്ത് സാധാരണഗതിയിൽ കാണാറില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ യാത്ര മിക്കവാറും രാത്രിയിലായിരിക്കും. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, പോകേണ്ട സ്ഥലം ഏതാണ്, അങ്ങോട്ടേക്കുള്ള വഴി ഏതാണ്, ഇതൊന്നും അറിയാതെ രാത്രിയിൽ ഇരുട്ടിൽ ഒരു നക്ഷത്രം മാത്രം നോക്കി
ഇവർ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അതെത്ര വലിയ സാഹസം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു, എത്രയോ ഒരു അപകടകരമായ ഒരു യാത്രയായിരുന്നു. എന്നിട്ടും ഇതാ ഈ ജ്ഞാനികൾ അതിന് തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ രക്ഷകനെ കണ്ടെത്താനും രക്ഷകനെ ആരാധിക്കാനുമുള്ള അവരുടെ അദമ്യമായ ദാഹമാണ് ഇതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ പരിശ്രമം അവസാനം വിജയിച്ചുവെങ്കിൽ അത്രത്തോളം അവർ ആഗ്രഹിച്ചു, അത്രത്തോളം അവർ പരിശ്രമിച്ചു, അത്രത്തോളം ത്യാഗങ്ങൾ അവർ ഏറ്റെടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതൊന്നും എഴുതി വെച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ന്യായമായും ഊഹിക്കാം ഒത്തിരി ത്യാഗം ചെയ്ത് സഹിച്ച് തന്നെയാണ് ഇവർ രക്ഷകൻ്റെ അടുത്ത് എത്തിച്ചേർന്നത് എന്ന്. ഇനി നാലാമതായി നമ്മൾ കാണുന്നൊരു കാര്യം അവർ ജ്ഞാനികളായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് അല്പം ഒന്ന് വഴി തെറ്റിപ്പോയി. അവർ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ചേരുകയാണ്. അവരുടെ കൺമുൻപിൽ നിന്ന് നക്ഷത്രം മറഞ്ഞതുകൊണ്ടാണോ? ഒരു പക്ഷേ നക്ഷത്രം മറഞ്ഞു എന്നതിനേക്കാൾ, നക്ഷത്രം മറയുന്നത് എങ്ങനെയാണ്? ഒരു നക്ഷത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഒരു മേഘം വന്ന് മറഞ്ഞതാകാം, അല്ലെങ്കിൽ പിന്നെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ ഇതാ നക്ഷത്രത്തെ കാണാൻ പറ്റാതെ പോയൊരവസ്ഥയാകാം. ഏതായാലും ഒരു മേഘം വന്ന് മറഞ്ഞതാണ് എങ്കിൽ തീർച്ചയായും മേഘം അധികം നേരം നിൽക്കത്തില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ആ നക്ഷത്രത്തെ കാണാൻ സാധിക്കും. ഇനി പകലായതുകൊണ്ടാണെങ്കിൽ രാത്രി ആകുന്നത് വരെ കാത്തു നിന്നാൽ മതിയായിരുന്നു. എന്തുകൊണ്ടോ അവർക്കിതാ അത് സാധിച്ചില്ല. അവർ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ പോയി അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ രക്ഷകൻ ജനിക്കാൻ പോകുന്ന സ്ഥലം കൊട്ടാരമാകും എന്ന അവരുടെ ഒരു ചിന്തയിൽ നിന്നാകാം അവർ ഒരു പക്ഷേ കൊട്ടാരത്തിൽ പോയി അന്വേഷിക്കുന്നത്. അവർക്ക് ഒരു അല്പം വഴി തെറ്റിപ്പോയി. അങ്ങനെ വഴി തെറ്റിയതിൻ്റെ പ്രത്യാഘാതമായിരുന്നു പിന്നീട് ഹെറോദേസ് അനേകം കുഞ്ഞുങ്ങളെ വധിക്കാൻ ഇടവന്നത്. രക്ഷകനെ വധിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കുറേ കുഞ്ഞുങ്ങളൊക്കെ വധിക്കപ്പെട്ടതിൻ്റെയൊക്കെ കാരണം അതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികൾക്ക് വഴിതെറ്റി. ജ്ഞാനമുണ്ടായിരുന്നിട്ടും അറിവുണ്ടായിരുന്നിട്ടും രക്ഷകനെ കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും രക്ഷകനെ കാണാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തിയിട്ടും ഇടയ്ക്ക് വെച്ച് അവർക്കൊന്ന് വഴി തെറ്റിപ്പോയി. അതിൻ്റെ പ്രത്യാഘാതം വളരെ 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 വലുതായിരുന്നു താനും. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോടുള്ള ദൈവാഭിമുഖ്യം വളരെ ശക്തമാണ്. ദൈവത്തെ തേടി നമ്മൾ യാത്ര തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ നിരന്തരം ദൈവാനുഭവത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ചില ചെറിയ ഇടർച്ചകൾ, ചില ചെറിയ പതർച്ചകൾ അനേകം വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ നമ്മളെ തള്ളിവിട്ടേക്കാം. അല്ലെങ്കിൽ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അനേകരുടെ നാശത്തിനും തകർച്ചയ്ക്കുമൊക്കെ ഒരുപക്ഷെ കാരണമായേക്കാം. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ, അപ്പനും അമ്മയുടെ ഉത്തരവാദിത്വമാണ് മക്കളെ ആധ്യാത്മിക ചൈതന്യത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. സാമാന്യം നന്നായി തന്നെ പ്രാർത്ഥിക്കുന്നു, കൂദാശകളുടെ സ്വീകരണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് നടത്തുന്ന ചില ഉഴപ്പലുകൾ, ഒരുപക്ഷെ ഒരു രാത്രി കുടുംബ പ്രാർത്ഥന മുടക്കുന്നതാകാം. കുഞ്ഞു കാര്യമാണ്, ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യമാണ്. ഗസ്റ്റ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടോ ഒരു ദിവസത്തെ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു ദിവസത്തെ കുർബാന മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ സാധാരണ ചെയ്യാറുള്ള ആത്മീയ കൃത്യങ്ങളിൽ എന്തൊക്കെ ചില ചെറിയ ചെറിയ വന്നുപോയി. ചെറുത് എന്ന് നമുക്ക് തോന്നിയാലും കിട്ടേണ്ടിയിരുന്ന വലിയ സംരക്ഷണവും വലിയ കൃപയും നഷ്ടപ്പെടുമ്പോൾ അതൊരു പക്ഷേ നമ്മളെ ദുരന്തങ്ങളിലേക്കൊക്കെ തള്ളിവിട്ടേക്കാം. അതുകൊണ്ട് നിതാന്തമായ ജാഗ്രതയോടെ ഒരല്പം പോലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ ബോധപൂർവകമായൊരു ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. ഇനി ഇവരിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, അവർ രക്ഷകനെ കണ്ടെത്തി. കാര്യം അല്പമൊന്ന് വഴി തെറ്റിയാലും വീണ്ടും അവർ യാത്ര തുടർന്നു. വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം രക്ഷകനെ തേടി ഒരു ഗുഹയ്ക്കകത്ത് രക്ഷകനെ അവർ കണ്ടെത്തുകയാണ്. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയെങ്കിലും ആ തെറ്റിയ സ്ഥലത്ത് വീണ് കിടക്കാതെ അവർ വീണ്ടും രക്ഷകൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നൊരു കാര്യം ഇവരുടെ എളിമയാണ്. ഇതാ ഒരു കാലിത്തൊഴുത്തിൽ, ഒരു സാധാരണ ഗുഹയിൽ ഒരു കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കീറത്തുണി പോലും ഇല്ലാതെ നിസ്സഹായനായി കിടക്കുന്ന ഒരു പാവം കുഞ്ഞിനെ നോക്കി ഇത് രക്ഷകനാണ്, ഇത് ദൈവമാണ്, ഇത് ദൈവപുത്രനാണ് എന്നൊക്കെ മനസ്സിലാക്കി അവിടത്തെ ആരാധിക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായും അതവരുടെ എളിമ, ഇത്രയും വലിയ ജ്ഞാനവും അല്ലെങ്കിൽ വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു കുഞ്ഞു ശിശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ആരാധിക്കാൻ സാധിച്ചുവെങ്കിൽ അവരുടെ അഗാധമായ എളിമ അതിന് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ കാണുന്നു, തങ്ങൾക്കുള്ളതൊക്കെ അവർ സമർപ്പിക്കാൻ തയ്യാറാകുന്നു. എല്ലാം പൊന്ന്, മീറ, കുന്തിരിക്കം കൊണ്ടുവന്നതൊക്കെ ആ സമയം അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നു. അവസാനമായി നമ്മൾ കാണുന്നു, മറ്റൊരു വഴിയെ തിരിച്ചു പോകുന്നു. ഏറെ ക്ലേശകരമാണ്. കാരണം വന്ന വഴിയെ തിരിച്ചു പോവുകയാണ് എങ്കിൽ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. അതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ളത്. കാരണം ഏകദേശം വഴി അവർക്കൊരു ധാരണയായി.
ഇനി മറ്റൊരു വഴിയെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വഴി കണ്ടെത്തണം. അതേറെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും മാലാഖയുടെ ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ അവരിതാ ആ ദൈവസ്വരത്തിന് കാതോർത്തു, അതിന് പ്രത്യുത്തരിച്ചു. ഏറെ ക്ലേശം സഹിച്ചിട്ടാണെങ്കിലും മറ്റൊരു വഴിയെ തിരിച്ചു പോകുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഒരിക്കൽ കണ്ടുമുട്ടിയാൽ പിന്നെ പഴയ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുക സാധ്യമല്ല. ഒരു പുതുവഴി, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, നവീകരണത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഒരു പുതുവഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ക്രിസ്തുവിനെ ഒരിക്കൽ കണ്ടാൽ, കേട്ടാൽ, തൊട്ടാൽ, മനസ്സിലാക്കിയാൽ, അനുഭവിച്ചാൽ, അറിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഇതാ അല്പം സഹനത്തിൻ്റെയാണ്, ത്യാഗത്തിൻ്റെയാണ്, ബുദ്ധിമുട്ടിൻ്റെയാണ് എങ്കിൽ തന്നെയും ഒരു പുതുവഴി അവൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ജ്ഞാനികളിൽ നമ്മൾ കാണുന്ന ചില സവിശേഷതകളും പ്രത്യേകതകളും. പിന്നെയുള്ള രണ്ട്, ഉണ്ണിമിശിഹായുടെ പിറവിക്ക് ശേഷം സംഭവിക്കുന്ന പിന്നെയുള്ള രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് ഈജിപ്തിലേക്കുള്ള പലായനം. ഇതാ ഔസേ പിതാവിനും മാതാവിനും ഏറെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. സാക്ഷാൽ രക്ഷകന്റെ അമ്മയാകാനും അതുപോലെ തന്നെ ഉണ്ണിമിശിഹായുടെ വളർത്തുപിതാവ് ആകാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അതൊരു വലിയ ദൈവകൃപയാണ്. ലോകത്ത് മറ്റൊരു മനുഷ്യർക്ക് ലഭിക്കാത്ത അനന്തകോടി അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. എന്നാൽ അത്രയും വലിയൊരു കൃപ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അത്രത്തോളം തന്നെ വലിയ ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ ദൈവത്തിൻ്റെ ആ കൃപയ്ക്ക് പ്രത്യുത്തരിക്കാനും കൂടെ അവർ വിളിക്കപ്പെട്ടിരുന്നു. ആ ത്യാഗത്തിലൂടെ ത്യാഗങ്ങളും സഹനങ്ങളും പരാതിയില്ലാതെ ഏറ്റെടുത്ത് അവർ ദൈവകൃപയോട് പ്രത്യുത്തരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളോട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ജീവിതം നയിച്ച് പ്രത്യുത്തരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം കൂടെ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കൃപകൾ സ്വീകരിക്കുന്നു, എന്തെല്ലാം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു, ദൈവത്തോട് ആ കൃപയോട് നമ്മൾ നമ്മുടെ ത്യാഗജീവിതം വഴി, സഹനജീവിതം വഴി പരാതിയും പരിഭവവും ഇല്ലാതെ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രത്യുത്തരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവസാനമായി നമ്മൾ കാണുന്നു, അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയാണ്. യേശുവിന് വേണ്ടി ആദ്യമായ രക്തസാക്ഷികളായത് ആ കുഞ്ഞുങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഔദ്യോഗികമായി ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് എന്ന രക്തസാക്ഷിയാണ്, വിശുദ്ധനാണ്. എങ്കിലും ഇതാ ഈ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യേശുവിന് പകരം വധിക്കപ്പെട്ടവരാ. ഉണ്ണിമിശിഹ വധിക്കപ്പെട്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വധിക്കപ്പെടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ യേശുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷികളായ വധിക്കപ്പെട്ട വ്യക്തികളാണ് ഈ കുഞ്ഞുങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന് പകരം അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഒക്കെ നൊമ്പരത്തിൻ്റെ ഒക്കെ അവസ്ഥകളിലൂടെ നമുക്ക് ചിലപ്പോഴൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. അപ്പോഴൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മാത്രമല്ല, സ്വർഗത്തിലെ കുഞ്ഞു പൈതങ്ങളോട്, അതായത് യേശുവിന് വേണ്ടി രക്തസാക്ഷികളായ ഈ കുഞ്ഞു പൈതങ്ങളോട് പ്രാർത്ഥിക്കാൻ എന്നോട് ഒരു വ്യക്തി ഒരിക്കലും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുഞ്ഞു പൈതങ്ങളോട്, മരണം മൂലം വേർപിരിഞ്ഞു പോയി സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞു പൈതങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനകൾക്ക് എനിക്ക് ഉത്തരം ലഭിക്കാറുണ്ട് എന്ന്. കുഞ്ഞു പൈതങ്ങളോട്, സ്വർഗത്തിലായിരിക്കുന്ന ഈ കുഞ്ഞുനാളിലേ മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്ന, പ്രത്യേകിച്ചും യേശുവിന് വേണ്ടി ആദ്യമായി വധിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളോട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാൻ, മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധരോടെന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ആകട്ടെ. ഉണ്ണിമിശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.